എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ 58-ാം സർഗത്തിലെ 7 മുതൽ 7-ലെ ബാക്കി വരി മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ത്രിശങ്കു വസിഷ്ഠൻ്റെ മക്കളോട് തന്നെ ശരീരത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു യാഗം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ത്രിശങ്കുവിനെ ചീത്ത പറഞ്ഞു, ആട്ടി ഓടിച്ചു. അച്ഛൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങളെങ്ങനെ ചെയ്യാനാണ്? അദ്ദേഹത്തെ വെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ രീതിയെ മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് ആർക്കും സാധ്യമല്ല എന്ന് കുറച്ച് പരുഷമായിട്ടുള്ള വാക്കുകളിൽ തന്നെ പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം എന്താണ് ത്രിശങ്കു ചെയ്തത്, വസിഷ്ഠൻ്റെ മക്കൾ എന്താ ചെയ്തത് എന്നുള്ളതൊക്കെയാണ് പറയണത്. നമുക്ക് ശ്ലോകം നോക്കാം. പ്രത്യാഖ്യാതോ ഭഗവതാ ഗുരുപുത്രൈസ്തഥൈവ ഹി അന്യാം ഗതിം ഗമിഷ്യാമി സ്വസ്തിവോസ്തു തപോധനാഃ. ഭഗവതാ പ്രത്യാഖ്യാതഃ, ഭഗവാനാൽ, ഭഗവാൻ വസിഷ്ഠമുനിയാൽ പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടവൻ, അതുപോലെ തന്നെ തഥൈവ ഗുരുപുത്രൈഹി, ഗുരുപുത്രന്മാരാലും, അതായത് വസിഷ്ഠൻ ഉപേക്ഷിച്ചു, വസിഷ്ഠൻ്റെ പുത്രന്മാരാലും ഉപേക്ഷിക്കപ്പെട്ടവനായ, ഗുരുപുത്രൈഹി തഥൈവഹി, അങ്ങനെയുള്ളവനായ ആ അയോധ്യാധിപതിയായിട്ടുള്ള രാജാവ് ത്രിശങ്കു അദ്ദേഹം പറയാണ്, അന്യാം ഗതിം ഗമിഷ്യാമി, നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വരമൊന്നും കിട്ടിയില്ല, നിങ്ങളെനിക്ക് യാഗം ചെയ്തു തരാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. മാത്രമല്ല നിങ്ങൾ എന്നെ ചീത്ത പറയുകയൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വേറെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ആരായട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വഹ സ്വസ്തി തപോധനാഹ വഹ സ്വസ്തി അസ്തു, അല്ലയോ തപോധനന്മാരെ, നിങ്ങൾക്ക് സ്വസ്തി ഉണ്ടാകട്ടെ, ഞാൻ വേറെ വല്ല വഴിയുണ്ടോയെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ത്രിശങ്കു വസിഷ്ഠൻ്റെ പുത്രന്മാരുടെ അടുത്ത് നിന്ന് വേറെ ആൾക്കാരാരെങ്കിലും, മുനിമാരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പോകാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ത്രിശങ്കു അച്ഛൻ പറഞ്ഞതിനെയും അതുപോലെ തന്നെ തങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ ഗുരുപുത്രന്മാർ പറഞ്ഞത് ഒന്നും വില വച്ചില്ല എന്നല്ലേ വന്നത്. എന്തായാലും ശരീരത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് തീർച്ചപ്പെടുത്തി ത്രിശങ്കു എന്നുള്ളത് കൊണ്ടും വേറെ ആരെയെങ്കിലും ആശ്രയിച്ചിട്ട് അത് നടത്തുമെന്നുള്ളത് കൊണ്ടുമൊക്കെ വസിഷ്ഠൻ്റെ പുത്രന്മാർക്ക് കലശലായിട്ട് ദേഷ്യം വന്നു. അവരെന്താ ചെയ്തത്? ഋഷിപുത്രാസ്തു തശ്രുത്വാ വാക്യം ഘോരാഭിസംഹിതം ശേപുഃ പരമസംക്രുദ്ധാശ്ചണ്ഡാലത്വം ഗമിഷ്യസി. തത് ഘോരാഭിസംഹിതം വാക്യം ശ്രുത്വാ, വളരെ തീർച്ചയോടുകൂടിയിട്ട് ഋഷിയുടെ പുത്രന്മാരോട്, വസിഷ്ഠ മഹർഷിയുടെ പുത്രന്മാരോട് അത്രയും മനസ്സുറപ്പിച്ചുകൊണ്ട് താനത് ചെയ്തേയിരിക്കൂ എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട്, തീർച്ചയോടു കൂടിയിട്ട് ത്രിശങ്കു ഇങ്ങനെ പറഞ്ഞപ്പോൾ, മൂർഖതയുള്ള വചനമായിരുന്നു. അതായത് നല്ല ഉത്തമ ബോധ്യം ഉള്ള ഒരാൾ ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കില്ലല്ലോ. ഇത് മണ്ടത്തരം പറയണതാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് ആ ഋഷിപുത്രന്മാരെന്ത് ചെയ്തു? പരമസംക്രുദ്ധാഹ ഋഷിപുത്രാഹ, വളരെയധികം ദേഷ്യം വന്നവനായ, പറഞ്ഞാലും മനസ്സിലാവില്ല ഇയാൾ എന്ത് രാജാവാണെന്നുള്ള രീതിയിലൊക്കെ ദേഷ്യം വന്നവരായി ഭവിച്ച ആ ഋഷിപുത്രന്മാർ ഈ ത്രിശങ്കുവിനെ ശപിക്കുകയാണ്. ചണ്ടാലത്വം ഗമിഷ്യസി ഇതി ശേപു, നീയൊരു ചണ്ടാളനായി തീരും എന്നിങ്ങനെ കഠിനമായിട്ടുള്ളൊരു ശാപം കൊടുത്തു. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ശാപം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് വസിഷ്ഠൻ്റെ പുത്രന്മാരോട് ചോദിച്ചു, തന്നെ കൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, ശപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ത്രിശങ്കു ഇവരെ ക്രുദ്ധരാക്കുന്ന വിധത്തിൽ സംസാരിച്ചു എന്നാണ് പറയണത്. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റണ ആൾക്കാരെ തേടി ഞാൻ പൊക്കോളാം എന്നുള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ക്രുദ്ധരായിട്ടുള്ള വസിഷ്ഠപുത്രന്മാർ നീ ചണ്ടാളനായി തീരും എന്ന് കഠിനമായിട്ടുള്ളൊരു ശാപം കൊടുത്തത്. എന്നിട്ടോ അതാണ് ശേപുഃ പരമസംക്രുദ്ധാഹ ചണ്ടാലത്വം ഗമിഷ്യസി, നീ ചണ്ടാളനായി തീരും എന്ന് വസിഷ്ഠപുത്രന്മാർ ശപിച്ചു. ഇത്യുക്ത്വാ തേ മഹാത്മാനോ വിവിശുസ്വം സ്വമാശ്രമം അധരാത്ര്യാം വ്യതീതായാം രാജാ ചണ്ഡാലതാം ഗത നീലവസ്ത്രധരോ നീലഃ പുരുഷോധ്വസ്തമൂർധജ
ചിത്യമാല്യാംഗരാഗശ്ച ആയസാഭരണോഭവത്. ഇപ്രകാരം ശപിച്ചിട്ട് ഇത്യുക്ത്വ തേ മഹാത്മാനഃ, ആ മഹാത്മാക്കൾ സ്വം സ്വം ആശ്രമം വിവിശു, സ്വന്തം സ്വന്തം ആശ്രമങ്ങളിലേക്ക് പോയി. വസിഷ്ഠന്റെ 100 പുത്രന്മാരുണ്ടായിരുന്നല്ലോ, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ത്രിശങ്കു വന്നത്. കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് വന്നപ്പോൾ ദേഷ്യപ്പെട്ടവരായിട്ടുള്ള ഋഷിമാര് ഈ മൂഢനായിട്ടുള്ള രാജാവിനെ ശപിക്കുകയും ചെയ്തു. അവരുടെ ആശ്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം ത്രിശങ്കുവിന് എന്താ സംഭവിച്ചത്? അധരാത്ര്യാം വ്യതീതായാം, അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു രാത്രി കഴിഞ്ഞ് വെളിച്ചാമംഗാലമായപ്പോൾ രാജാ ചണ്ടാലതാം ഗതഃ, രാജാവ് ചണ്ടാളനായി തീർന്നു. ഒരു ഉറക്കം എണീറ്റ് വന്നപ്പോഴേക്കും, രാത്രി ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും രാജാവ് ചണ്ടാളൻ്റെ രൂപത്തിലേക്ക് ആയിത്തീർന്നു. ചണ്ടാളൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീലവസ്ത്രധരഃ, നീല നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ചണ്ടാലൻ ധരിക്കുക. ത്രിശങ്കുവിൻ്റെ വേഷവും നീല വസ്ത്രമായി തീർന്നു. അതുപോലെ നീല പുരുഷ, ശരീരത്തിന് വെളുത്ത നിറമൊക്കെ ആയിരുന്നിട്ട് ഉണ്ടാവണം, പക്ഷെ അതൊക്കെ പോയി. എന്തായി തീർന്നു? നീലഹ പുരുഷ, ശരീരത്തിലാകെ ഒരു നീല നിറം വ്യാപിച്ചു. കറുപ്പോ അല്ലെങ്കിൽ നീലയോ, അല്ലെങ്കിൽ ഏറ്റവും കറുപ്പിനെയും നീല എന്ന് തന്നെ പറയും. നീലമേഘം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നീലയല്ല, കറുപ്പാണ്. നീല എന്നുള്ള പദത്തിന് ഇരുണ്ട, കറുത്ത എന്നുള്ള അർത്ഥം കൂടിയൊക്കെ ഉണ്ട്. അങ്ങനെ കറുത്ത ശരീരമായി തീർന്നു, ഇരുണ്ട നിറം, ഇരുണ്ട വർണ്ണമുള്ളവനായി തീർന്നു. ധ്വസ്ത മൂർധജ, മൂർധജം എന്ന് പറഞ്ഞാൽ തലമുടിയാണ്. തലമുടി മുഴുവനും ഇല്ലാതെയായിപ്പോയി, കൊഴിഞ്ഞുപോയി, കഷണ്ടി വന്നു ബാധിച്ചു. പോരാത്തതിന് മാലകളും അതുപോലെ ഭസ്മാനുലേപനങ്ങളൊക്കെ ഒരു ചണ്ടാളന് ചേർന്നതായി തീർന്നു. അതാണ് ചിത്യമാല്യ അംഗരാഗശ്ച. ചിത്യമാല്യം, ചിത്യം എന്ന് പറഞ്ഞാൽ ചിതായാം ഭവഃ ചിത്യഃ, ചിതയിലുള്ളത്, അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ ദഹിപ്പിക്കുക എന്നുള്ള പണിയാണ് ചണ്ടാളൻ്റെ പണി. അപ്പോൾ ആ ഒരു ചിതയിലേക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ, ആൾക്കാരെ കൊണ്ടുവയ്ക്കുമ്പോൾ ആ കൊണ്ടുവയ്ക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന മാലകളൊക്കെ ആയിരിക്കണം ഈ ചണ്ടാളന്മാരെ കഴുത്തിലണിയുക. അങ്ങനെയൊക്കെയുള്ളതായ ചില പൂമാലകളൊക്കെ ഇട്ടുകൊണ്ടും ചുടലപ്പൂമാലകൾ ധരിക്കുന്നവനായിട്ട്, അതുപോലെ ഭസ്മാനുലേപനം നടത്തിയവനായിട്ട്, അതാണ് ചിത്യമാല്യ അംഗരാഗശ്ച. മാത്രമല്ല ശരീരത്തിലൊക്കെ രാജാവ് എന്നുള്ള നിലയ്ക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞിരുന്നത്, അതൊക്കെ മാറിയിട്ട് ആയസാഭരണം, ആയസം എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്, ഇരുമ്പ് കൊണ്ടുള്ള മാലകളും വളയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആഭരണങ്ങളായിട്ട് അണിയുകയും ചെയ്തു. അങ്ങനെ ഒരു രാത്രി വെളുത്തു വന്നപ്പോഴേക്കും ത്രിശങ്കു മഹാരാജാവ് ഒരു ചണ്ടാളനായി തീർന്നു എന്നാണ് ഇവിടെ പറയണത്. അങ്ങനെ ചണ്ടാളനായി തീർന്നപ്പോൾ എന്താ സംഭവിച്ചത്? തം ദൃഷ്ട്വാ മന്ത്രിണ സർവേ ത്യജ്യ ചണ്ടാലരൂപിണം പ്രാദ്രവൻ സഹിതാരാമ പൗരായസ്യാനുഗാമിന. തം ചണ്ടാലരൂപിണം ദൃഷ്ട്വ, അങ്ങനെ ചണ്ടാളവേഷം, ചണ്ടാളരൂപം ധരിച്ചവനായിട്ടുള്ള ആ ത്രിശങ്കുവിനെ കണ്ടിട്ട്, ദൃഷ്ട്വ സർവേ മന്ത്രിണ, കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നവരായ മന്ത്രിമാരെല്ലാവരും, അവരെല്ലാവരും തന്നെ പൗരാഹ സഹിതാഹ, അവിടെ കൂടിയിരുന്ന, അതായത് രാജാവ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാജാവിൻ്റെ കൂട്ടത്തിൽ മന്ത്രിമാരുണ്ടാവും, ഭടന്മാരുണ്ടാവും, പൗരമുഖ്യന്മാരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു? യേ അസ്യ അനുഗാമിനഹ യേ പൗരാഹ, എന്താണ് ആ പൗരന്മാർ, ഈ രാജാവിനെ അനുഗമിച്ചിരുന്ന പൗരന്മാരെ, മന്ത്രിമാരെ എല്ലാവരെയും കൂട്ടിയിട്ട് തേ പ്രാദ്രവൻ, അവരെല്ലാവരും രാജാവിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി, കൊട്ടാരത്തിലേക്ക് പോയി, രാജ്യങ്ങളിലേക്ക്, അവരവരുടെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ അയോധ്യയിലേക്ക് തിരിച്ചുപോയി. ഇയാളുടെ കൂടെ ഇനി നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് രാജാവ് ഒരു ചണ്ടാളൻ്റെ കൃത്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറിപ്പോയി. അങ്ങനെ മന്ത്രിമാരും പൗരജാനപദ ജനങ്ങളെല്ലാവരും തന്നെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ച് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ത്രിശങ്കു ഒറ്റയ്ക്കാവുകയാണ്. അതാണ് പറയണത്, ഏകോ ഹി രാജാ കാകുത്സ്ഥ ജഗാമ പരമാത്മവാൻ ദഹ്യമാനോ ദിവാരാത്രം വിശ്വാമിത്രം തപോധനം. വിശ്വാമിത്രസ്തുതം ദൃഷ്ട്വാ രാജാനം വിഫലീകൃതം ചണ്ടാളരൂപിണം രാമ മുനിഃകാരുണ്യമാഗത. ഇത് 14ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ ഒരു വരി കൂടി ചേർത്തിട്ടാണ് ചൊല്ലിയിരിക്കുന്നത്. ഇവിടെ 12ഉം 13ഉം ശ്ലോകങ്ങൾ ഇതുപോലെ തന്നെ
പകുതി പകുതിയായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം പറയാം. അങ്ങനെ എല്ലാവരും ഓടിപ്പോയപ്പോൾ എന്തായി? രാജാവ് ഒറ്റയ്ക്കായി. ഏകോഹി രാജ, ഹേ കാകുത്സ്ഥ, അല്ലയോ ശ്രീരാമ, ശതാനന്ദൻ പറയാണ്, രാജാവ് ഏകാന്തനായി, ഏകാഗിയായി തീർന്നു. അങ്ങനെ പരമാത്മവാൻ, അദ്ദേഹം ആത്മജ്ഞാനിയൊക്കെയാണ്, പക്ഷെ ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെയുള്ള അദ്ദേഹം ഒറ്റയ്ക്ക് ജഗാമ, സഞ്ചരിച്ചു തുടങ്ങി. അങ്ങനെ വളരെയധികം ചിന്തകൾ കൊണ്ട് വിഷമിച്ച് ദഹ്യമാനോ ദിവാരാത്രം, രാവും പകലും ഭേദമില്ലാതെ യാത്ര ചെയ്യുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് വല്ലാതെ തപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആ രാജാവ് ത്രിശങ്കു അവസാനം ആരെ കണ്ടു? തപോധനം വിശ്വാമിത്രം ദദർശ, തപോധനനായിട്ടുള്ള വിശ്വാമിത്രനെ കാണുകയും ചെയ്തു. വസിഷ്ഠനും വസിഷ്ഠന്റെ പുത്രന്മാരും എന്താണോ ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് അപേക്ഷിക്കാനായിട്ട് ത്രിശങ്കു വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് എത്തി. വിശ്വാമിത്രനാകട്ടെ, വിശ്വാമിത്രസ്തുതം ദൃഷ്ട്വാ രാജാനം വിഫലീകൃതം ചണ്ഡാലരൂപിണം രാമ മുനി കാരുണ്യമാഗത. ആ വിശ്വാമിത്രനാകട്ടെ വിഫലീകൃതം ചണ്ഡാലരൂപിണം രാജാനം തം ദൃഷ്ട്വാ, വിഫലീകൃതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടപ്പായില്ല, പാഴായി പോയവൻ എന്നുള്ള അർത്ഥത്തിലാണ് വിഫലീകൃതം. വസിഷ്ഠൻ്റെയും അതുപോലെ മക്കളുടെയും വാക്കുകൾ കേട്ട് തൻ്റെ ഇംഗിതങ്ങളൊന്നും നടക്കാൻ പറ്റാതെ വന്ന വളരെ ദുഃഖിതനായിട്ടുള്ള ആ ചണ്ഡാലരൂപം ധരിച്ചിരിക്കുന്നവനായ ത്രിശങ്കുവിനെ ദൃഷ്ട്വ, കണ്ടിട്ട് എന്താ ചെയ്തത്? അദ്ദേഹത്തിന്, വിശ്വാമിത്രന് വളരെയധികം കഷ്ടം തോന്നി, പാവം തോന്നി. മുനിഹി കാരുണ്യമാഗത, അയ്യോ കഷ്ടം തന്നെ, ഒരു മഹാരാജാവ് ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ ആയി പോവുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. രാജാവിൻ്റെ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അന്വേഷിച്ച് നടക്കാം. പക്ഷേ അത് കൂടുതലായിട്ട് ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് കൂടുതലായി ചോദിച്ചു എന്നുള്ളത് കൊണ്ട് ഇത്ര വലിയൊരു ശാപം കൊടുക്കുക, രാജാവ് ഒരു ചണ്ടാളനായി തീരുക, അങ്ങനെയൊക്കെയുള്ളത് വളരെ കഷ്ടമാണ് എന്നുള്ളത് അത് കണ്ടപ്പോൾ, ആ രൂപം കണ്ടപ്പോൾ, ത്രിശങ്കുവിനെ അങ്ങനെ ചണ്ടാള വേഷത്തിൽ കണ്ടപ്പോൾ വിശ്വാമിത്രന് വളരെയധികം സങ്കടമായി, കഷ്ടം തോന്നി. രാജാവ് ഇങ്ങനെയൊന്നും മാറിപ്പോവാൻ പാടില്ല എന്നുള്ളത് വിശ്വാമിത്രന് തോന്നി. വിശ്വാമിത്രൻ്റെ ഉള്ളിൽ വളരെ ഒരു എല്ലാവരോടും സ്നേഹം തുളുമ്പുന്നതായ സ്നേഹാർദ്രമായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാമിത്രന് ത്രിശങ്കുവിനോട് വല്ലാത്തൊരു പാവം തോന്നിയത്. ഇനി എന്താണ് വിശ്വാമിത്രൻ പറയണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. പ്രത്യാഖ്യാതോ ഭഗവതാ ഗുരുപുത്രൈസ്തഥൈവ ഹി അന്യാം ഗതിം ഗമിഷ്യാമി സ്വസ്തിവോസ്തു തപോധനാഃ ഋഷിപുത്രാസ്തു തശ്രുത്വാ വാക്യം ഘോരാഭിസംഹിതം ശേപുഃ പരമസംക്രുദ്ധാശ്ചണ്ഡാലത്വം ഗമിഷ്യസി ഇത്യുക്ത്വാ തേ മഹാത്മാനോ വിവിശുസ്വം സ്വമാശ്രമം അധരാത്ര്യാം വ്യതീതായാം രാജാ ചണ്ഡാലതാം ഗത നീലവസ്ത്രധരോ നീലഃ പുരുഷോ ധ്വസ്തമൂർധജ ചിത്യമാല്യാംഗരാഗശ്ച ആയസാഭരണോഭവത് തം ദൃഷ്ട്വാ മന്ത്രിണഃ സർവേ ത്യജ്യ ചണ്ഡാലരൂപിണം പ്രാദ്രവൻ സഹിതാ രാമ പൗരായേസ്യാനുഗാമിനഃ ഏകോ ഹി രാജാ കാകുത്സ്ഥ ജഗാമ പരമാത്മവാൻ ദഹ്യമാനോ ദിവാരാത്രം വിശ്വാമിത്രം തപോധനം വിശ്വാമിത്രസ്തുതം ദൃഷ്ട്വാ രാജാനം വിഫലീകൃതം ചണ്ഡാലരൂപിണം രാമ മുനിഃ കാരുണ്യമാഗത. ഇവിടെ സർവേ ത്യജ്യ ചണ്ഡാലരൂപിണം എന്നുള്ള ദിക്കിൽ സർവേ ത്യക്ത്വ എന്നുള്ള പാഠവും കാണാനുണ്ട്. ശരിക്കും ത്യക്ത്വ എന്നുള്ള വാക്ക് തന്നെയാണ് വരേണ്ടത്. ത്വാന്തം അവ്യയം, അവിടെ ഉപസർഗങ്ങളൊന്നും ചേരാത്തത് കൊണ്ട് ത്വാന്തം തന്നെയാണ് ശരി. പക്ഷേ ആർഷത്വാത് സാധു എന്നുള്ളത് കൊണ്ട് ത്യജ്യ, ശരിക്കും സന്ത്യജ്യ എന്നൊക്കെ പറയേണ്ടതാണ്. അത് ചേർക്കാതെ ത്യജ്യ എന്ന് പൊതുവേ പറയാറില്ല. രാമായണത്തിൽ കുറേശ്ശെ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അങ്ങനെ പാഠഭേദങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ത്രിശങ്കുവിൻ്റെ കഥ വളരെ ഊർജ്ജസ്വലമായിട്ട് ശതാനന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ്. ചണ്ഡാള വേഷധാരിയായിട്ടുള്ള ത്രിശങ്കുവിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.